ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമകളെല്ലാം വിജയിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം വരെ സിനിമ റിലീസായി കഴിഞ്ഞാൽ 25 കോടി, 50 കോടി, 100 കോടി എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു സിനിമയും കോടികൾ കവിഞ്ഞു എന്നൊന്നും പറയുന്നില്ല. പേടിച്ചിട്ടാണെന്നാണ് പറയുന്നത്. EDയെ പേടിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. മാത്രമല്ല, ഇതിൽ ചിലരൊക്കെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഈ തന്ത്രം വിനിയോഗിച്ചതെന്ന് കണ്ടെത്തിയും കഴിഞ്ഞു. ആ കള്ളപ്പണം വെളുപ്പിക്കാത്തവരും അപ്പോൾ ഇതിൽ കുടുങ്ങിപ്പോകില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ കോടികളുടെ കഥ തൽക്കാലം മാറ്റിവെക്കുക. വേറൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഏകദേശം 1-2 മാസമായി മമ്മൂട്ടിയുടെ ടർബോ റിലീസ് ചെയ്ത് അതിൻ്റെ ഹരത്തിൽ നിൽക്കുകയാണ്. അടുത്ത പടത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ പറയുന്നില്ല. എന്തുകൊണ്ടാണ് അടുത്ത പടം എന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഫാൻസും പറയാത്തത്? ഇത് ചോദിക്കുന്നത് മമ്മൂട്ടിയെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണെന്ന് ആലോചിക്കണം. കാരണം കുറച്ച് കാലമായിട്ട് മമ്മൂട്ടി ഇങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റിൽ നിൽക്കുകയാണത്. വിജയത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ. അതായത് വെറൈറ്റി കഥകൾ, വെറൈറ്റി ട്രീറ്റ്മെൻറ്റ്, വെറൈറ്റി കഥാപാത്രങ്ങൾ അങ്ങനെ നിൽക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോഴാണ് ഒരു ധാരണ പ്രകാരം മമ്മൂട്ടി പറയുന്നത് അടുത്ത് എൻ്റേതായി റിലീസ് ചെയ്യാൻ പോകുന്ന സാധനം ബസൂക്കയാണ്. ബസൂക്ക മുമ്പ് നിങ്ങൾ ചോദിക്കുക, അത് കുറേ കാലമായില്ലേ ഷൂട്ടിങ് തുടങ്ങിയിട്ട്? ഡിനോ ഡെന്നിസ് എന്നുള്ള എഴുത്തുകാരൻ, അത് കലൂർ ഡെന്നിസിൻ്റെ മകനാണെന്നല്ലേ, 2ാമത്തെ മകനാണെന്ന് ആലോചിക്കണം. ആ ചെറുപ്പക്കാരൻ ഇത് തുടങ്ങി വെച്ച് കുറേ കാലമായില്ലേ? അതൊരു ഗെയിം ത്രില്ലർ. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ, ഇങ്ങനൊരു ടൈറ്റിൽ, ഗെയിം ത്രില്ലർ ആദ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നത്, എന്താണ് ഈ ഗെയിം ത്രില്ലർ? നമ്മൾ ഈ കളിയൊക്കെ കളിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നതാണോ, പെനാൽറ്റി ചെയ്യുന്നതാണോ, അതോ ടീം മാറി കളിക്കുന്നതാണോ, കോഴയാണോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എഴുത്തുകാരൻ എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്, മമ്മൂട്ടി എന്താണ് അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, അവർ ഏത് രൂപത്തിലാണ് എന്ന് കഥ പോയിട്ട് കഥയുടെ ഒരംശം പോലും പുറത്തു വിടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ബസൂക്ക ആണ് ഇപ്പോൾ സംസാരം. ബസൂക്കയുടെ പേരിൽ തന്നെ ഇപ്പോൾ കുറേ സംഭവങ്ങൾ ഞാൻ അറിഞ്ഞിടത്തോളം ബസൂക്ക റിലീസ് ചെയ്യുന്ന ദിവസം കുറേ ബനിയൻസ് അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണത്. കാരണം സിനിമ കാണാൻ പോകുന്ന ഫാൻസുകളെല്ലാം ബസൂക്ക, മമ്മൂട്ടിയുടെ പടം അടിച്ച് അതിൽ ബസൂക്ക എന്നുള്ളത് അടിച്ചിട്ട് ആ സിനിമ കാണാൻ പോകുന്നു. പിന്നെ സിനിമ കണ്ട് ഇറങ്ങുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ബസൂക്കയുടെ ബനിയൻ സൗജന്യമായി കൊടുക്കാനും തയ്യാറാണെന്ന് ആലോചിക്കണം. അപ്പം വാങ്ങുന്നവർ വാങ്ങാം. അത് നഷ്ടക്കച്ചവടമൊന്നുമല്ല. ഒരു സിനിമയ്ക്ക് വേണ്ടി പബ്ലിസിറ്റി ഇനത്തിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ഇത് മറ്റു രീതിയിലാണ് പബ്ലിസിറ്റി വരുമെന്ന് ആലോചിക്കണം. അപ്പോൾ ആ പബ്ലിസിറ്റി മുറുകെ പിടിക്കുന്നത് മാത്രമല്ല, എത്രയോ കാലം കൊണ്ട് നടക്കുക, അഭിമാനത്തോടെ അവർ കൊണ്ടുനടക്കാം. ഞങ്ങളൊക്കെ മമ്മൂട്ടി ഫാൻസിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ബസൂക്കയുടെ ആൾക്കാരാണ്. ബസൂക്ക വിജയിക്കേണ്ട പടമാണ്. ആ വിജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്തായി? ഓട്ട മത്സരത്തിൽ കണ്ടിട്ടില്ലേ നമ്മൾ ബനിയൻ ഇട്ടിട്ട് ഇത്ര നമ്പർ എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഏത് സംഘടനയാണ്, ഏത് നാടാണ്, അതിൻ്റെ പേരുണ്ടായിരിക്കാം ഇല്ലേ? അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ തുടങ്ങി വെച്ചു. കാരണം മമ്മൂട്ടി കമ്പനി ഇപ്പോൾ മമ്മൂട്ടി തുടങ്ങിയിരിക്കുന്നത് പ്രചരണത്തിൻ്റെ വേറൊരു സ്റ്റൈലാണെന്ന് ആലോചിക്കണം. ആ സ്റ്റൈലെന്ന് വെച്ചാൽ നെഗറ്റീവാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ അത് പോസിറ്റീവായി മാറും എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള കുറേ ഒരു നുണുക്ക് വിദ്യകൾ മമ്മൂട്ടി വിനിയോഗിക്കുന്നു. തൻ്റെ സിനിമയ്ക്ക് പരസ്യം വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ ഒരു പരസ്യമാക്കി എടുത്ത് അത് പരസ്യത്തിൻ്റെ വലിയ രീതിയാക്കി മാറ്റി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്കും മമ്മൂട്ടി പഠിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടെ ബസൂക്ക നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 2 മാസം മുമ്പ് പൂർണ്ണമായും അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. മമ്മൂട്ടിയാണെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ സീൻ അവസാനിപ്പിച്ചു. അതിന് ഡബിയും മറ്റെല്ലാ വർക്കും കഴിഞ്ഞു. ഗൗതം മേനോന് വേണ്ടി മാത്രമാണ് അതിൻ്റെ സിനിമയെ ഷൂട്ടിംഗ് നീണ്ടുപോയത്. കാരണം ഗൗതം മേനോൻ തമിഴിൽ വേറെ പടം സംവിധാനം ചെയ്യുന്നുണ്ട്. സംവിധാനം മാത്രമല്ല, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം കൂടി ആലോചിക്കണം. അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് പൂർത്തിയാക്കണം. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്തു, ഷൂട്ടിംഗ് തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ മനസ്സിലാക്കിയത് അല്ല, 2 ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും ഷൂട്ടിംഗ് പൂർത്തിയായി. പക്ഷേ ഇതിനിടയിൽ ഗൗതം മേനോൻ മമ്മൂട്ടിയെ നായകനാക്കി
മലയാളത്തിൽ സിനിമ ചെയ്യുന്നു എന്ന് ആലോചിക്കണം. ആ സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ 2 ദിവസത്തെ വർക്ക് കൂടി ബസൂക്കയ്ക്ക് വേണ്ടി നീക്കി വെച്ചത്. ഇപ്പോൾ കംപ്ലീറ്റ് ബസൂക്കയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്, എഡിറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട്, സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് എന്ന് തിയേറ്ററിലെത്തിക്കണം? എന്തായാലും ഇപ്പോൾ മഴയുടെ സമയമാണ്, ഇപ്പോൾ തിയേറ്ററിൽ എത്തിക്കുന്നില്ല. അപ്പോൾ അടുത്ത മാസം ഓണമാണ്. ഓണത്തിന് എന്തായാലും ഈ സിനിമ റിലീസ് ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം സെപ്റ്റംബർ 15-നാണ് തിരുവോണം എന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ 1.5 മാസമേ ഉള്ളൂ എന്ന് ആലോചിക്കണം. ആ 1.5 മാസം പോരാ ഈ സിനിമയ്ക്ക് എന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എന്നാൽ സെപ്റ്റംബർ പറ്റില്ല ഒക്ടോബറിലാകാം എന്നുള്ളതാണ്. ഒക്ടോബർ ആവുമോ അതോ ക്രിസ്മസ് വേണോ എന്നൊരു ആശങ്കയുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ആലോചിക്കാവുന്നൊരു കാര്യം മമ്മൂട്ടിയാണ് പറയുന്നത്. മമ്മൂട്ടി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തയ്യാറായിരിക്കുക, സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങുക എന്നുള്ളതാണത്. എന്ന പോലെ തന്നെ ഈ സിനിമ പൂർത്തിയാക്കി വയ്ക്കുക. നമ്മൾ വിചാരിച്ച സമയത്തിന് മുമ്പാണ് ഒരു ഗ്യാപ്പ് വരികയാണെങ്കിൽ, നല്ല കാലാവസ്ഥയാണെങ്കിൽ, പ്രേക്ഷകരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് തിയേറ്ററിൽ എത്തിക്കാം. മാത്രമല്ല ഇതൊരു വിലപേശൽ കൂടിയുണ്ടെന്ന് ആലോചിക്കണം. കാരണം മമ്മൂട്ടിയുടെ ഓരോ പടവും വിജയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കും. വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ സിനിമയ്ക്കുള്ള മാർക്കറ്റ് വാല്യൂ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ സിനിമ മമ്മൂട്ടിയുടെ കൂടി ഒരു സ്വപ്ന സിനിമയാണെന്ന് ആലോചിക്കണം. ആ സിനിമയ്ക്ക് മാക്സിമം പബ്ലിസിറ്റി വേണം, മാക്സിമം സാമ്പത്തികവും ലഭിക്കണം. അങ്ങനെ വലിയ രീതിയിലേക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് തിയേറ്ററിലായാലും OTTയിലായാലും മറ്റു വിതരണ രംഗത്തായാലും പണം വാരണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ ബസൂക്കയെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആലോചിക്കണം. അവിടെ ഈ സിനിമ വിജയിക്കുമ്പോൾ രക്ഷപ്പെടുന്നത് ഡിനോ ഡെന്നീസ് എന്നുള്ള ചെറുപ്പക്കാരൻ കൂടിയാണെന്ന് ആലോചിക്കണം. ആ ചെറുപ്പക്കാരൻ്റെ 4-5 വർഷത്തെ കഠിനാധ്വാനവും സ്വപ്നവുമാണ് ബസൂക്ക എന്നാലോചിക്കണം. അപ്പോൾ ആ ബസൂക്ക വേറിട്ട രീതിയിൽ പോകുമ്പോൾ, വേറിട്ട ശൈലിയിൽ തിയേറ്ററിലെത്തുമ്പോൾ, വേറിട്ട ശൈലിയിൽ മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ, മമ്മൂട്ടി അങ്ങനെ എല്ലാ പടങ്ങളും കയറി കമ്മിറ്റ് ചെയ്യുന്നില്ല എന്നറിയാലോ. എന്തെങ്കിലും ഇല്ലാതെ മമ്മൂട്ടി ആ സിനിമ ഏറ്റെടുക്കില്ല എന്നാലോചിക്കണം. അത് ആദ്യം ആ ചെറുപ്പക്കാരൻ വന്ന് സംവിധാനം ചെയ്യാനൊന്നുമല്ല, നമുക്കതൊന്ന് വായിച്ച് കേൾക്കണം. എത്രയേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, വായിച്ച് കേൾക്കുക മാത്രമല്ല ഇത് നീ തന്നെ ചെയ്താൽ മതി, നിനക്കേ പറ്റുള്ളൂ എന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയാണ് ഡിനോ ഡെന്നിസിനെ സംവിധാനം കൂടി ആക്കിയെന്ന് ആലോചിക്കണം. അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് മമ്മൂട്ടി അങ്ങനെ കുറേ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ പേര് വിജയിപ്പിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അക്കൂട്ടത്തിലേക്ക് ഡിനോ ഡെന്നിസിൻ്റെ പേര് എന്തായാലും വരും. മലയാള സിനിമയിൽ വേറിട്ട ശബ്ദമായി, വേറിട്ട രീതിയായി കരൂർ ഡെന്നിസിൻ്റെ മകൻ ഡിനോ ഡെന്നിസ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ബസൂക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. അങ്ങനെയുള്ള ബസൂക്ക എത്രയും പെട്ടെന്ന് തിയേറ്ററിലെത്തട്ടെ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം ഒരു പുതിയ സംവിധായകനെ കൂടി 2025 മുൻപ് മമ്മൂട്ടി തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത്. കയ്യടിക്കുന്നവർ കയ്യടിക്കാം, അല്ലെങ്കിൽ സല്യൂട്ട് കൊടുക്കാം. എന്തായാലും ആ സിനിമ തിയേറ്ററിൽ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അടക്കമുള്ളവർ കാണും, നിങ്ങളും.